അനർക്കലി സംസാരിക്കാം, ഞാൻ കേട്ട് നിൽക്കാം. സിനിമയെക്കുറിച്ച് പറയൂ സാർ. ഞങ്ങളുടെ റൈറ്റർ എന്നേക്കാൾ നന്നായി സിനിമയെ കുറിച്ച് അറിയാം. മന്ദാകിനിക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും എല്ലാം ഒന്നിക്കുന്ന ഒരു സിനിമയാണ് മന്ദാകിനി. പോലെ തന്നെ കുറച്ച് ഫാമിലി ഓഡിയൻസിന് തന്നെ കേട്ടർ ചെയ്യണ ഒരു സിനിമയായിരിക്കും. നർമ്മമാണ് മെയിനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ എന്തായാലും ഒരു കംഫർട്ട് സോൺ അതാണ്. അത് തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യണത്. ബാക്കി അനാർക്കലി പറയും. അല്ല ബാക്കി സർജി പറയും. നമ്മുടെ റൈറ്ററാണ്. നമസ്കാരം. ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് സാക്ഷാത്കരിച്ച് ഇന്നിവിടെ തിരുത്തലിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും കലാകാരന്മാരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് ഞങ്ങളുടെ ആദ്യത്തെ സിനിമയിൽ നായകനാകാനായിട്ട് അൽത്താഫ് നായികയായിട്ട് അനാർക്കലി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങളെ തന്നെ കിട്ടി. വലിയ സന്തോഷം, ഭാഗ്യം. ഞങ്ങൾ തുടങ്ങുവാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം. നല്ല രസമുള്ളൊരു പടമാണ്. ഇങ്ങനെ കോമഡി ഉള്ളൊരു പടമാണ്. വീണ്ടും അൽത്താഫിക്കണം തോന്നിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അൽത്താഫിക്കും വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണ്. വെരി ഹാപ്പി ടു ഡു ദിസ് വീക്കെൻഡ് വിത്ത് ഹിം. ആൻഡ് ക്യാരക്ടറിനെ പറ്റിയൊക്കെ അതൊന്നും ഇപ്പം പറയാനായിട്ടില്ല. അതൊക്കെ പടം ഇറങ്ങിയിട്ട് പറയാമല്ലോ. എത്ര പറയുള്ളൂ. ഭയങ്കര വളരെ എക്സൈറ്റഡ് ആണ്. ഇന്ന് ഷൂട്ട് തുടങ്ങും, പക്ഷെ എനിക്കില്ല. അടുത്ത ഷെഡ്യൂളിൽ ഉണ്ടാവും. അത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളിതിൽ കപ്പിളായിട്ടാണോ അതോ എന്താ നിങ്ങൾ രണ്ടും കപ്പിൾസ് ആണോ എന്ന് പടത്തിൽ? അല്ല, അത് പടം കാണണം, പടം എടുക്കണം ആദ്യം. അപ്പോഴേ പറയാൻ പറ്റുള്ളൂ. അത് കഥയുടെ ഭാഗം. മുണ്ട കൊടുത്തിട്ടാണ് പൂജയല്ലേ?